ആ കൊള്ളാം, നല്ല ഉരുപ്പടിയാ. കവരയില്ലാതെ ഒരു 100 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പലരും വന്ന് ചോദിച്ചതാ, കൊടുത്തില്ല. ഇപ്പൊ കാശിന് ഇത്തിരി അത്യാവശ്യം വന്നു. നിങ്ങൾക്ക് ആ യോഗം തോന്നുന്നു. കണ്ടല്ലോ, ഇതായിരുന്നു ശരിക്കും ഞാൻ. ഒരു പറമ്പിന്റെ നടുക്കിങ്ങനെ തലയുയർത്തി പിടിച്ച് നിന്നിരുന്ന ഒന്നൊന്നര അഞ്ഞിലി. ഹലോ അരുൺ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. യുനോ, അതേ ബാങ്കിൽ താമസിക്കുന്ന ഒരു കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. താമസിക്കുന്നുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല. മാമോളെ, വേണ്ടെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ഇവനെന്തായിരുന്നു ഈ പെറുവർക്കുന്നേ? ഇന്നലെ ചായക്കപ്പ് കൊണ്ടുവന്നപ്പോ ഒന്ന് തലേന്ന് പൊക്കി നോക്കായിരുന്നു. ഇതിപ്പോ ചുണ്ടോളം എത്തിയ പാൽപ്പായസം പോയ പോലെയായി. എന്താടാ നീ എന്നോടൊന്നും തോന്നരുത്. എന്ത് തോന്നല്? എനിക്ക് അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആരുടെ? സ്വാതിയുടെ. എന്നോട് ഇത് വേണ്ടായിരുന്നു. എനിക്ക് അവളെ മറക്കാനുള്ള ടൈമെങ്കിലും നീ തരേണ്ടത്. അത് കറക്റ്റ്. നീ അവന് മറക്കാനുള്ള ടൈം കൊടുക്കണമായിരുന്നു. എടാ, അവളെ എന്നെ ഇവനെ മറന്നു കാണും. അതെ അതെ, ആരെങ്കിലും ഒരാൾ മറന്നാ പോരെ സുവിനെ. അന്യന്റെ പെണ്ണ് മോഹിക്കരുത്. ആരാ അന്യന്റെ പെണ്ണ്? സുവിന്റെ പെണ്ണല്ലേ? എടാ പ്രസാദേ, നിനക്കറിയില്ല എത്ര നാളായി ഞാൻ പെണ്ണ് അന്വേഷിക്കുന്നത്. മാട്രിമോണി ആപ്പ് വന്നിട്ടുള്ള എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഈ ഒരു കാര്യത്തിൽ നീ എന്റെ കൂടെ നിൽക്കണം. 100%. എടാ സുവിനെ, അന്ന് നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നതും നിനക്ക് പൊക്കം കുറഞ്ഞതും പിന്നെ അവൾക്ക് ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ ആയതും എല്ലാം ഒരു നിമിത്തോടാ. അതും കറക്റ്റാണ്. എടാ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ഒരു പൊക്കം കുറഞ്ഞാലുള്ള സുന്ദരി കൊച്ചിനെ നമ്മൾ കണ്ടുപിടിക്കും. നീ കൊച്ചു പയ്യനല്ലേ, ഇവനെ പോലെ പ്രായമൊന്നും കടന്നു പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. അത് ശരിയാണ്. ഹലോ മോളു. അയ്യോ, ഒരു അരമണിക്കൂറിലെത്തും. വച്ചോ. മോളാണ് വീട്ടിൽ നിന്ന്. കുറച്ച് കണക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയായിരുന്നു. ബുധനാഴ്ച പിടിച്ച പതിയല്ലേ? പോട്ടെ, ശരി. ഭാര്യത്തോടെ പേടിയാടാ. പോണ പോക്കണ്ടില്ലേ? കണക്ക് പറയാനല്ല, ചപ്പാത്തി കൊടുക്കാൻ പോയതാ. ഓ, ഇതിന് വീട്ടിൽ പോയി കുഴച്ചുണ്ടാക്കി തീറ്റിച്ച്. 500 ഇല്ലപ്പാ, 100 രൂപ നോട്ട് മാത്രമേ ഇರೋದು. പ്ലീസ് ഫിൽ ദിസ്. ഓക്കെ സാർ. എടാ, നീ ഇങ്ങനെ മടിയും പിടിച്ചിരിക്കാണ്ട് അമ്മയെ വിളിക്കുക. കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കുക. അത് വേണോ? ഇല്ലെങ്കിൽ അവളെ വേറെ ആമ്പിളാരും കൊണ്ടുപോകും. നീ ഇവിടെ കുന്തവും വിഴുങ്ങിയിരിക്കും. ഹലോ ഹലോ അമ്മേ. എന്താടാ? അല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, ഒന്നുമില്ല. അത് പിന്നെ മറ്റവളെ, അവൾക്ക് ഹോസ്റ്റലൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. ആർക്ക്? മറ്റവളില്ലേ, ദിവ്യയുടെ കൂട്ടുകാരി. ഓ, അറിഞ്ഞായിരുന്നു. അവളൊരു വാക്ക് വിളിച്ച് ദിവ്യയോട് പറഞ്ഞില്ല. ഇവളിവിടുന്ന് അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. ഒരു വാക്ക് വിളിച്ചു പറയണം, അതല്ലേ അതിന്റെ മര്യാദ. അതെ അല്ലേ? ഹലോ ഹലോ. എന്താ അവർക്കൊന്ന് വിളിച്ചാല് അതൊരു മര്യാദയല്ലേ? എല്ലാത്തിനും ഞാൻ മര്യാദ. ആദ്യം നീ മര്യാദ പഠിക്കും, എന്നിട്ട് മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കും. ഇഡിയോട്ടിക് ഫെലോ. താനെന്തോടെ ഇവിടെ ഇരിക്കുന്നത്? അയ്യോ, കസ്റ്റമർ ആയിരുന്നു. എല്ലാ ഇഡിയറ്റ്സാണ്. എടാ, നിനക്ക് അവളോട് നേരിട്ട് വിളിച്ചെങ്കിൽ ചോദിച്ചാൽ എന്താ? അത്
ഓ ഇനി ഇഷ്ടമാണെന്നെങ്ങാനും പറഞ്ഞാൽ നിന്റെ ജാതകം പ്രശ്നമല്ലേ? അത് ശരിയാണ്. ആ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു കാരണമല്ലാതെ പ്ലൂട്ടോയെ പുറത്താക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് ചൊവ്വ എങ്ങാനും പുറത്താക്കിയിരുന്ന എത്ര കല്യാണം നടന്നേനെ. correct. ഇഷ്ടം എടാ അതവിടെ നിൽക്കട്ടെ. ഒരു ഐഡിയ ഉണ്ട്. നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ അങ്ങോട്ട് വിളിപ്പിക്കും. ആ നിങ്ങൾ രണ്ടുപേരും അല്ലാണ്ട് മൂന്നാമതൊരാൾ അവളെ കെട്ടരുത്. പിന്നെ അവളുടെ വീട്ടിലോട്ട് ഇവൻ പോകാൻ പോലെ നടന്ന തന്നെ. അത് ശരിയാ. ചെക്കൻ ഭയങ്കര അഭിമാനിയാണല്ലോ. ഡാടാ ഇനിയൊന്നും നോക്കാനില്ല, നീ നേരിട്ട് അവളെയും വിളിക്കും. നമ്മുടെ മറ്റേ ബോസ് പറഞ്ഞില്ലേ ആഴിയിലേക്ക് ആടിയാല് മറ്റേ എന്തെന്ന് സ്രാവിനെ കിട്ടുള്ളൂ. അയാൾക്ക് എന്തും പറയാം. ആ ഇപ്പൊ കിട്ടും. ഇവൻ ചാടിയാൻ മിനിമം 4 കിട്ടും. എന്ത് എന്തേ എടാ നീ വിളിക്ക്. വിളിക്കടാ വിളിക്കടാ. ആ ഇപ്പൊ കിട്ടും. നീ ഇവനോട് മിണ്ടാതിരിക്കാൻ പറ. നീ മിണ്ടാണ്ടിരിക്കുക കേട്ടോ. റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്യട്ടെ. ഹലോ. ഹലോ എന്ന് പറഞ്ഞു. ഓ ഫോൺ വിളിച്ച പിന്നെ ഹലോ എന്നല്ല വന്ദേ മാതരം എന്ന് പറയും. നീ ഫോൺ വിളിക്കേ. വിളിക്കേ. വിറയ്ക്കുന്നു. വന്ദേ. ഹലോ ഹലോ. അരുൺ ചേട്ടാ. സ്വാതിയുടെ ഐഫോൺ ആണല്ലേ? ആപ്പിൾ. സാംസങ് ആണ് പൊട്ടിത്തെറിച്ചേനെ. അല്ല എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. കാര്യമല്ലേ? ഇപ്പോ എനിക്ക് ഇപ്പോ പ്രായമായി വരികയാണല്ലോ. മുടിയൊക്കെ നരച്ചു തുടങ്ങി. കുറച്ച് ഈ സൈഡില്. കുറച്ച്. എനിക്ക് കുക്കുട്ടിയെ പറഞ്ഞോ. എനിക്ക് കുട്ടീനെ എന്നെ കുട്ടി. നിങ്ങൾ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കടക്കല് കോടാലി വീണുകൊണ്ടിരിക്കണ ഒച്ചയാണ്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ തലയും പൊക്കി പിടിച്ച് നിന്നാലേ കഥ മുന്നോട്ട് പോവില്ലല്ലോ. എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കണം. അയ്യോ അത് വേണ്ട. കുട്ടിക്കൊക്കെയാണോ? അച്ഛനും അമ്മയും പറഞ്ഞ എനിക്ക് സമ്മതം. അതെല്ലേ. ജാതകപ്പുറത്ത് നോക്കാൻ ജനനസമയം തരുമോ? ജനനസമയമൊക്കെ പക്ഷെ അമ്മയോട് ചോദിക്കണം. എന്നാ ജനതീയതി നക്ഷത്രം കുറിച്ച് തന്നാലും മതി. ഞാനിങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല. ശരിക്കും ശരിക്കും.